വന്യജീവി ആക്രമണം തടയാൻ ശാസ്ത്രീയ പദ്ധതി നടപ്പാക്കണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി പറഞ്ഞു. ജില്ലാ കമ്മിറ്റി നിലമ്പൂരിൽ സംഘടിപ്പിച്ച DFO ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിലവിൽ നിരവധി പദ്ധതികൾ നടപ്പാക്കപ്പെടുന്നത് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായല്ല, അഴിമതിക്ക് വേണ്ടി മാത്രമാണ്. ഇത്തരം പദ്ധതികളിലെ അഴിമതി അന്വേഷിച്ച് ഉത്തരവാദികളായവരെ കണ്ടെത്തണമെന്നും റസാഖ് പാലേരി ആവശ്യപ്പെട്ടു. ഈ DFO ഓഫീസിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ ഏതാനും ഒരാഴ്ച മുമ്പ് കേരളത്തിലേറെ ചർച്ചയായ DFO ഓഫീസും വിഷയങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ഒരു ആദിവാസിയായ സുഹൃത്ത് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ പ്രതിഷേധവുമായി ഇവിടെ എത്തിയ ആളുകളെതിരെ കേസെടുത്തതും അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളുമൊക്കെ നമുക്കറിയാം. ഇത്തരം പ്രതിഷേധങ്ങളെ അഭിമുഖീകരിക്കുന്ന ഗൗരവത്തിൽ പോലും ഗവൺമെന്റ് സാധാരണക്കാരായ മനുഷ്യന്റെ ജീവന് വിലകൽപ്പിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വനം വകുപ്പ് മന്ത്രിയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ട ആള്. അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൂപ്പരുടെ കസേര ഇപ്പോഴും ഉറച്ചു കിട്ടിയിട്ടില്ല. വേറെ ഏതൊരു MLA അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുണ്ടത്രേ. ആ കസേരയും കൊണ്ട് എപ്പോഴാ പോകാൻ നോക്കിയിട്ട് മൂപ്പര് ഭയപ്പാടിൽ നിൽക്കുകയാണ്. ആനേനെ പേടിച്ചിട്ട് വനമേഖലയിലെ സാധാരണക്കാർ ബുദ്ധിമുട്ടുന്നതിനേക്കാൾ ഭയത്തിലാണ്. തന്റെ കസേര തെറിച്ചു പോകുമോ എന്ന് വിചാരിച്ചിട്ട് വനം വകുപ്പ് മന്ത്രി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മൂപ്പരുടെ ആസ്ഥാനം അങ്ങ് മുംബൈയിലാണ്, NCPയുടെ കേന്ദ്രമാണെന്ന് നിങ്ങൾക്ക് അറിയല്ലോ. വടക്കിഴക്ക് മൂപ്പര് ബോംബെയിലേക്കാ പോവുക. അതുകൊണ്ട് കേരളത്തിലെ വനമേഖലയിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ കുറിച്ച്, ആ മേഖലയിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന, വനത്തിനു സമീപം താമസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങളോ കാട്ടാന ഇറങ്ങുന്നതോ പുലി ഇറങ്ങുന്നതോ ഒന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കില്ല. ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, കാര്യങ്ങൾ മനസ്സിലാക്കാനും ചെയ്യാനും കഴിയുന്ന ഒരു മന്ത്രിയെ തൽസ്ഥാനത്ത് നിശ്ചയിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. കാരണം മൂപ്പർക്ക് ആനേനെക്കാളും പേടി സ്വന്തം പാർട്ടിയിലെ ആളുകളെയാണ് എന്നതുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുന്നില്ല എന്നാണ് അനുഭവങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് പറയാനുള്ളത്. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കൃഷ്ണൻ കുനിയിൽ, മുനീബ് കാരക്കുന്ന്, ജില്ലാ ഉപാധ്യക്ഷരായ ആരിഫ് ചുണ്ടയിൽ, സുഭദ്ര വണ്ടൂർ, FITU ജില്ലാ അധ്യക്ഷൻ ഖാദർ അങ്ങാടിപ്പുറം, വുമൺ ജസ്റ്റിസ് ജില്ലാ ഉപാധ്യക്ഷ ബിന്ദു പരമേശ്വരൻ, പ്രവാസി വെൽഫെയർ ഫോറം ജില്ലാ സെക്രട്ടറി അമീർ ഷാ, ദാമോദരൻ പനക്കൽ, മജീദ് ചാലിയാർ, മൊയ്തീൻ അൻസാരി എന്നിവർ സംസാരിച്ചു. ലത്തീഫ് ഒതായി, സവാദ് മൂലേപ്പാടം, സൈദാലി വലമ്പൂർ, ബുഷറ അരീക്കോട്, മജീദ് വണ്ടൂർ, ഹമീദ് എടക്കര, അബ്ദുൾ അസീസ്, നസീറ, KC അഹമ്മദ് കുട്ടി തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. അതേസമയം മാർച്ച് DFO ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. ശേഷം DFOക്ക് നേതാക്കൾ നിവേദനവും നൽകി. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. അതെ, മണ്ഡലത്തിന് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്താലേ പാർട്ടിക്ക് പുരോഗതി ഉണ്ടാകും. അങ്ങനെ നമ്മൾ ഒന്നും ചെയ്തില്ല എന്ന് പറയരുത്. കഴിഞ്ഞ തവണ നമ്മുടെ മണ്ഡലത്തിലെ ഒട്ടുമിക്ക വീടുകളിലും ടൈൽസ് ഇട്ട് കൊടുത്തു. എല്ലാ കൊല്ലവും ചെയ്തു കൊടുക്കാൻ നമ്മുടെ അടുത്ത് ഫണ്ട് വേണ്ടേ? ബഹളം നിർത്ത്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണ ടൈലിടാത്ത എല്ലാ വീടുകളിലും ഇപ്രാവശ്യവും നമ്മള് ടൈല് വിരിച്ചു കൊടുക്കുന്നതായിരിക്കും. പോരെ? അല്ല പറ, ഇത്തവണ ABCന്റെ ഓഫർ ഉണ്ടല്ലേ? പിന്നല്ലാതെ. ABCയുടെ ഓഫർ ഉള്ളപ്പോ ഞാനിങ്ങനെ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ ജയ് വിളിക്കേണ്ടത് മെമ്പർക്കല്ല, ABCക്കാ. ABC ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു ABC മെഗാ സെയിൽ. ഇനി ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം 1 പവൻ സ്വർണത്തിന്റെ വിലയിൽ. ലോകോത്തര ബ്രാൻഡുകൾ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ, അതിവിപുലമായ കളക്ഷൻ, അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും. ABC മെഗാ സെയിൽ. ഇനി ആദ്യം വാങ്ങാം, ലാഭത്തിൽ വാങ്ങാം. ഈ ഓഫർ ABC മൈ ഹോം, ABC സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം.